ഹായ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കടയിൽ പോവാണ്. പോട്ടെ. അസ്സലാമലൈക്കും കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട് നിങ്ങളവിടെയൊക്കെ ഈ ഒരു ഞാരങ്ങ മാതിരിയുള്ള ഇതുണ്ടോ? ഒരു ഉപകാരമില്ലാണ്ട് ഉറുപ്പ്യ 350 പോയി. ഒരു ഉപകാരമില്ല കേട്ടോ. വെള്ളം കലക്കിയാൽ കഴിക്കും. വെള്ളം കലക്കിയാൽ കഴിക്കും. പിന്നെ വെള്ളം കലക്കി അപ്പം തന്നെ കുടിക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അത് പൊട്ടിച്ചിട്ട് വെള്ളം കലക്കി കൊടുത്താൽ അത് അപ്പത്തിന് കുടിച്ചിട്ടില്ലെങ്കിൽ കഴിക്കും. ഓ, ഇതാണ് ഞാൻ പറഞ്ഞ പട്ടി. ഭയങ്കര ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യം. ആരും ഇതിനോട് കൊടുന്ന് വയ്ക്കുക. ഇത് തന്നെ കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ടൊക്കെ ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, ഓടി വന്നതാണ്. അതൊക്കെ കടിച്ചാലേൽക്കും. ഇതുവരെ ഒരാൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അതൊക്കെ കടിക്കൂലേ, അപ്പോഴേൽക്കും. ആരോട് പരാതി പറയാനും, പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വെള്ളിയാഴ്ച അതാ ഓടി വരണൊക്കെ ഓടി വരണം. ഞാൻ അവിടെ നിന്നപ്പോൾ അവിടെ നിൽക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ന് വെള്ളിയാഴ്ച. എപ്പോഴാണ് അവ ഉണ്ടാവുള്ളൂണാവൻ കുറച്ച് സമയം പിടിക്കും. ഹായ്, ഹലോ. ചോറുന്നതിൻ്റെ ഫുൾ വീഡിയോയിലാണ് ഇടണത്. മുരിങ്ങയുടെ ഇല, ചമ്മന്തി, ഉണക്കമീൻ. അത് വീണ്, അത് വേണ്ട. ഓക്കെ, കഴിച്ചോക്കാം. സൂപ്പർ, നന്നായിട്ടുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ലവ് സ്റ്റോറി പറയൂ. എന്നെ പ്രേമിച്ചിട്ടല്ല മക്കളെ. എൻ്റെ കല്യാണം കഴിഞ്ഞത് പ്രേമിച്ചിട്ടല്ല, അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രേമമല്ല, അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റെ കല്യാണം. എൻ്റെ വീട് ചാവക്കാട്. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. എൻ്റെ വീട് ചാവക്കാട്. ഇവിടെ പരന്തരപ്പള്ളി എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഞാൻ 10ാം ക്ലാസ് റിസൾട്ട് അറിയണ അന്നാണ് എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. അന്നത്തെ ഒരു 16 വർഷം മുന്നത്തെ കാര്യം കേട്ടോ. അന്നാണ് എന്നെ പെണ്ണ് കാണാൻ വരുന്നത്. പെണ്ണ് കണ്ടു, അവർ പോയി. അവർക്ക് ഇഷ്ടമായി എന്ന് വിളിച്ച് പറഞ്ഞു. എൻ്റെതും എൻ്റെ താത്താൻ്റെതും ഒരുമിച്ചാണ് കല്യാണം. വിളിച്ചു പറഞ്ഞു. ഒന്ന് കുറേ, എനിക്ക് തോന്നുന്നു 1 വർഷം 2 വർഷമാണ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കല്യാണം. 18 വയസ്സായിട്ട് തന്നെ കല്യാണം. കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. അവിടുന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞു കല്യാണമായി. അപ്പം നിൽക്കുന്ന വെച്ചാലേ ഭയങ്കര സങ്കല്പമായിരുന്നു. കുറേ ആൾക്കാർ ഇങ്ങനെ അന്നത്തെ കാലത്തൊക്കെ എൻ്റെ മനസ്സിൽ കല്യാണം എന്ന് പറയണത് എന്താണെന്ന് പറയും. നമ്മൾ ഇങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങാൻ പോവുക, അങ്ങനെ അങ്ങനത്തെ ഒരു ചിന്തയാണ്. പക്ഷേ ഇന്നത്തെ ചെറിയ പിള്ളേർക്ക് ഓരോന്നും അറിയാം. അന്നത്തെ കാലത്തൊന്നും ഒന്നും അറിയില്ല. എൻ്റെ മനസ്സിൽ കറങ്ങാൻ പോവാം, എന്തൊരു സുഖമായിരിക്കും, അതായിരിക്കും ഏറ്റവും നല്ല. ഓരോരുത്തരെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങളെ വാപ്പ ഞങ്ങളായിട്ടില്ലെങ്കിലും വേറെയുള്ള ഓരോ ഫാമിലി ഇങ്ങനെ കാണുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് വിചാരിച്ചിരിക്കുന്നത് കല്യാണം. കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അതൊന്നും അല്ലാന്ന്. അപ്പോൾ അങ്ങനെ കല്യാണം ആയി. എൻ്റെ താത്താൻ്റെ ഒരുമിച്ചായിരുന്നു കല്യാണം. ഞങ്ങളെ വീട്ടിൽ തന്നെ ആയിരുന്നു പന്തലൊക്കെ ഇട്ടിട്ട് വലിയ പരിപാടി, രാത്രി ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ അത് പറയാൻ വന്നു. എനിക്ക് സങ്കല്പത്തിൽ ഇങ്ങനെ കുറേ ആൾക്കാർ പെണ്ണ് കാണാൻ വരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. എന്നിട്ട് അവർ പറയില്ലേ ഇഷ്ടമായില്ല എന്ന് അങ്ങനെ പറയൽ ഭയങ്കര ഒരു ആഗ്രഹമാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ പെണ്ണ് കാണാൻ വന്നിട്ട് അങ്ങനെ വെള്ളമായിട്ട് പോകും, കുട്ടീനെ ഇഷ്ടമായില്ല കേട്ടോ അങ്ങനെ പറയില്ല. അതൊരു സങ്കല്പം അത്രമാത്രം കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞു.
കല്യാണം ഇവിടുത്തെ ഉമ്മാക്ക് പണിയുണ്ട്. ഡബറിൻ്റെ അവിടെ പണിയുണ്ട്. ആരിസൻ ഇതിൻ്റെ ഇവിടെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ പണിയുണ്ട് കേട്ടോ, ഡബറിൻ്റെ. അങ്ങനെ ഉമ്മ രാവിലെ പോവും. ഒരു 7 മണിയാകുമ്പോഴത്തേനും ഉമ്മ പോവും കേട്ടോ. കെട്ടിയവനും പോവും. നമ്മളപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീടുണ്ടായിട്ടേ ഇവിടെ ഒരാൾ അങ്ങോട്ടുണ്ട് വർത്താനം പറയില്ല. ഫസ്റ്റിലെക്കാരും അങ്ങോട്ടുണ്ട് വർത്താനം. നമ്മ ഈ പുൽച്ചാടി മാതിരി ചാടി നടന്നിട്ടേ ഇവിടെ ആരും ഒരു വർത്താനമില്ല. പണ്ടത്തെ ഓട് വീടില്ലേ എന്ന് വെച്ചാൽ എങ്ങനെ, പണ്ടത്തെ ഓട് വീട് മണ്ണിൻ്റെ കട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റെപ്പൊക്കെ നമ്മളൊക്കെ നേരല്ലേ ഉണ്ടാവുക. ഇത് ഒരു കലം വെച്ചാൽ എങ്ങനെ അതേമാതിരിയായിരുന്നു പണ്ടത്തെ തറവാടായിരുന്നു കേട്ടോ അവർ. എനിക്ക് തോന്നുന്നത് ഒരു 100 വർഷം പഴക്കമുള്ള വീടാണ്. എനിക്ക് പേടിയാണ്. ഞാൻ ഉമ്മക്ക് പറയും വാതിലടച്ചിട്ടിരുന്നോ എന്നൊക്കെ പറയട്ടെ. എനിക്ക് പേടിയാണ്. ഞാൻ അങ്ങോട്ടൊക്കെ നോക്കും, ഇങ്ങനെ കുറേ ഉറങ്ങും, കുറേ അകത്തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. വൈകുന്നേരം ഉമ്മ വരും. അങ്ങനെയൊക്കെ അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഉണ്ണിയുണ്ടായി. എനിക്കും താത്താക്കും ഒരേ ദിവസമായിരുന്നു പ്രസവം. ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞാൽ ഒരുമിച്ചായിരുന്നു പ്രസവം. അപ്പം എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഒപ്പിച്ചിട്ടായിരുന്നു? അല്ല, എൻ്റെ ഡേറ്റിൽ കുറച്ച് മാസം വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ചയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരാഴ്ചയാണെന്ന് അറിയില്ല, 2-3 ദിവസമാണല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിനോട് പറഞ്ഞു, ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ അടുത്ത ആളെ കൊണ്ടുവരുമ്പോഴത്തേനും ആകെ ഉമ്മ മാത്രമല്ല, അടുത്ത ആളെ കൊണ്ടുവരുമ്പോഴത്തേനും ഇതാവൂലേ, 2 ആളെ ഒരുമിച്ചാക്കാൻ പറ്റും. വളർച്ചയൊക്കെ ഓക്കെ ആയിരുന്നു, ഉണ്ണിക്കൊക്കെ വളർച്ചയൊക്കെ ഓക്കെ ആയിരുന്നു. അങ്ങനെ 2 ആൾ ഒരു ദിവസം. ആ താത്ത എനിക്ക് തോന്നുന്നു ഒരു 11 മണിയാണെന്ന് തോന്നുന്നു ഞാൻ പ്രസവിച്ച്. രാത്രി 8-9 മണിയായി ഞാൻ പ്രസവിച്ചു. അങ്ങനെ 40 കഴിഞ്ഞു. നമ്മളെ ചെറിയ പ്രായത്തിൽ കയ്യിലൊരു കുട്ടീനെ കിട്ടിയാൽ എങ്ങനെ. എനിക്കാണെങ്കിലോ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അയൽപക്കത്തായാലും ഞങ്ങളെ ഫാമിലിയുടെ കുട്ടികളൊക്കെ ഞങ്ങളെ വീട്ടിലില്ല. ഞാൻ ഞങ്ങളെ കുളിപ്പിച്ച് കണ്ണൊക്കെ എഴുതി സെറ്റാക്കിയിട്ട് നിങ്ങളിങ്ങനെ എടുത്ത് നടക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കുഞ്ഞിപ്പാൻ്റെ 4 ആൺകുട്ടികൾ, നൗഷീർ, നിഹാൽ, അവരൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ കയ്യിലാണ്. ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലായിരുന്നു നൗഷീറും നിഹാലൊക്കെ. ഞാൻ നന്നായി എടുത്തിട്ടുണ്ട്. പിന്നെ തക്കുടു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു, വീരാവുക്ക്. അവരിപ്പോൾ അവിടെ നിന്നില്ല കേട്ടോ. അവൻ്റെയൊക്കെ ചെറുപ്പമായിട്ട് ആ കുട്ടി ഞങ്ങളെ തൊട്ടിയിലേക്ക് കിടക്കാൻ വരും. കുറേ കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ചെറുപ്പ പ്രായത്തിൽ നമ്മളെ കയ്യിൽ കുട്ടിയിട്ട് ഇവിടുന്ന് 90 അറിയില്ല, 40 ഓർമ്മയില്ല, 90 അറിയില്ല, 40 കണക്കെന്ന് അറിയില്ല. കഴിഞ്ഞിട്ട് പോയി അവിടെ. ഉമ്മ രാവിലെ പണിക്കും കെട്ടിയതിന് പോകും. ഈ കുട്ടീനെ ഞാൻ എന്താ ചെയ്യുക? ഇതിന് പാല് കൊടുക്കും, കൊട്ടും. ഞാനിങ്ങനെ ഇട്ടിട്ട് ഏമ്പക്കം പോകില്ല. പിന്നെ ഞാനിങ്ങനെ കൊട്ടും. ഏമ്പക്കം പാല് കൊടുത്തു കഴിഞ്ഞാൽ ഏമ്പക്കം പോകണമല്ലോ, പിന്നെയും കൊട്ടും. ഏമ്പക്കം പോകില്ല. കുട്ടി ഏമ്പക്കം പോവാണ്ട കരച്ചിൽ തുടങ്ങി. അങ്ങനെ കുറേ ഇങ്ങനെ കൊട്ടുമ്പോൾ പോകും. അതൊക്കെ മനസ്സിന് സമാധാനം. ഇതിനെ കുളിപ്പിക്കണ്ടേ, കുളിപ്പിക്കാനറിയോ? അതും അറിയില്ല. ഞാനെന്തൊരു സീറ്റ് വിരിച്ചിട്ട് ഇതിനെ കടത്തിട്ടാ. അപ്പം തുടങ്ങും ഇത് കരച്ചിൽ. ഓന്നാക്കിട്ട് കണ്ട് എണ്ണയൊക്കെ തേച്ച് ഇതിന് എടുത്തുകൊണ്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സീറ്റ് കൊടുക്കുന്നത് ഇതിന് പൊക്കൂട്ടാ. സീറ്റ് കൂടെ പൊക്കിയിട്ട് പുറത്താണ് ബാത്റൂം, അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കിടത്തും. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കും. തല ഇവിടെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് പിടിച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ മേലൊക്കെ കഴുകും. തലയിൽ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം വരാണ്ട് കപ്പും വെള്ളം എടുത്തിട്ട് അപ്പുറത്ത് കൊയ്ക്കും. അഥവാ കണ്ണിയിൽ സോപ്പൊക്കെ പോയാൽ അപ്പുറത്ത് കൊയ്ക്കും. എൻ്റെ മുഖത്ത് ഇവിടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ തൊട്ടിപ്പിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ണിനെ കുളിപ്പിച്ചിരുന്നത്. അങ്ങനെയൊക്കെയാണ്. അത്രയേ ഉള്ളൂ. ഇത്രയും മാത്രം ലവ് സ്റ്റോറിയൊന്നുമില്ല മക്കളെ. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ ഇങ്ങനെ സന്തോഷമായിട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണൊക്കെ അടിച്ച് കണ്ടു പിടിച്ചു, ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.